വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 2024-25 സീരീസിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അതായത് തൊട്ടടുത്ത് കഴിഞ്ഞാണ് 1060/2025 എന്ന കാറ്റഗറി നമ്പറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ് ലോ ബാച്ച് നമ്മളിപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. ആർക്കെങ്കിലും കോപ്പറേറ്റീവ് ലോ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം, അതുപോലെ നമ്മുടെ യൂട്യൂബിൻ്റെ നോട്ട്സ് വേണം എന്നുള്ളവർ പിന്നെ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ യൂട്യൂബിൻ്റെ നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ നമ്മുടെ കോപ്പറേറ്റീവ് ലോ വിശദമായിട്ടുള്ള വോയിസ് ക്ലാസ് പ്ലസ് PDF നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, നമ്മുടെ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നിർത്തിയത് 626 അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ ഗാർണിഷി ഓർഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്റ്റുകൾ കുറച്ച് വൈഡായിട്ട്, അന്ന് കുറച്ചധികം ലെങ്തിയായി വീഡിയോ ആയ കാരണം പിന്നെ നമ്മൾ നിർത്തി കേട്ടോ. കുറേ ലെങ്തി ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ, എന്നാലും നമ്മൾ ലെങ്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചേശ്ശെ കണ്ട് ടോപ്പിക് വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷോർട്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഹാൾ ടിക്കറ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിഞ്ഞുണ്ടാവും. എല്ലാവരും നോക്കുക, സെൻറ്ററൊക്കെ എവിടെയാണെന്ന് നോക്കുക. പിന്നെ കൺഫർമേഷൻ ചെയ്യാത്തവർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫസ്റ്റ് എക്സാമിന് കുഴപ്പമില്ലാവുന്നുണ്ട് അല്ലേ, കൺഫർമേഷൻ ഒഴിവാക്കി തോന്നുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള എക്സാമുകൾക്ക് മറക്കാതെ കൺഫർമേഷൻ കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഗാർണിഷി ഓർഡർ ഈസ് ഇഷ്യൂഡ് ബൈ. ഗാർണിഷി ഓർഡർ ആരാണ് ഇഷ്യൂ ചെയ്യുന്നത് എന്നായിരുന്നു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സിവിൽ കോടതികളാണ് ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഗാർണിഷി ഓർഡർ? ഗാർണിഷി ഓർഡറിന് എത്ര ഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഇതുമൂലം ഉദ്ദേശിക്കുന്നത് എന്നെല്ലാം നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ ഗാർണിഷ് എന്ന് പറഞ്ഞ വാക്ക് ലീഗലായിട്ടുള്ള ഒരു ലീഗൽ സമൺ അല്ലെങ്കിൽ വാണിംഗ് എന്നൊക്കെ പറയുന്ന ഈ ഒരു വാക്കിൽ നിന്നാണ് ഈ ഗാർണിഷി ഓർഡർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഗാർണിഷി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്റ്ററുടെയും ബാങ്കാണ് ഗാർണിഷി എന്ന് പറയാം. ഡെപ്റ്ററുടെയും ഡെപ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം, ഡെപ്റ്ററുടെ ഡെപ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അയാളെയാണ് ഈ ഗാർണിഷി എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മൾ ഈ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും ബാങ്കാണ് ഇവിടെ ഗാർണിഷി ആയിട്ട് വരിക. അപ്പോൾ എത്ര പാർട്ടികളുണ്ട് ഈ ഗാർണിഷി ഓർഡറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ബാങ്കാണ് ഇവിടെ ഗാർണിഷി എന്ന് പറയുന്നത് കേട്ടോ. ആ ബാങ്കിൽ നിന്ന് പണം എടുക്കാനാണ് ഓർഡർ വരിക. ഓർഡർ പുറപ്പെടുവിക്കുന്ന കോർട്ട്, കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള കോർട്ട്, ആരാണോ ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്, അപ്പോൾ സിവിൽ കോടതികളാണ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ അവരും ഇതിലെ ഒരു പാർട്ടിയാണെന്ന് പറയാം. പിന്നെ ഉള്ളത് ജഡ്ജ്മെൻറ്റ് ഡെറ്ററും ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്ററുമാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എ എന്ന വ്യക്തി, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന്, എ എന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ തിരിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ എ എന്ന വ്യക്തി അറിയാണ് എൻ്റെ ബാങ്കിൽ എനിക്ക് നിക്ഷേപമുണ്ട് എന്നറിയാം. അപ്പോൾ ആ എ എന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാം, കോടതിയെ സമീപിക്കാം. ഞാൻ രഹസ്യമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന എൻ്റെ നിക്ഷേപത്തിൽ നിന്നും അയാൾക്ക് കിട്ടാനുള്ള അവകാശമുള്ള തുക നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾക്ക് ഒരു ഗാർണിഷി ഓർഡർ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് കോടതിയിലേക്ക് പോകാം. അപ്പോൾ കോടതി എൻ്റെ ബാങ്കിനോട് എന്താ പറയുക, എൻ്റെ അക്കൗണ്ടിലുള്ള പൈസ ഫ്രീസ് ചെയ്യും അല്ലേ. എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് ആ പൈസ അയാൾക്ക് കോടതിയിൽ അടയ്ക്കാനാണ് പറയുക. കോടതി മുഖാന്തരമാണ് പിന്നെ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് നടത്തുക. അപ്പോൾ അതാണ് ഈ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ 4 പാർട്ടികളാണ് പ്രധാനമായിട്ട് വരിക. ഒന്ന് നമ്മുടെ കടം വാങ്ങിയ ഞാൻ, അതാണ് ജഡ്ജ്മെൻറ്റ് ഡെറ്റർ, കടക്കാരനായ ഞാൻ. എൻ്റെ ബാങ്കിനാണ് ഗാർണിഷി എന്ന് പറയുക. കാരണം എൻ്റെ ബാങ്കിലാണ് പണം കിടക്കുന്നത്. സോ ആ ബാങ്കിൽ നിന്ന് ഈടാക്കാനാണ് ഓർഡർ വരിക. അതുകൊണ്ട് ഗാർണിഷി എന്ന് പറഞ്ഞാൽ എൻ്റെ ബാങ്കാണ്, കടക്കാരൻ്റെ ബാങ്ക്. പിന്നെ അടുത്തത് ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്ററാണ്. ഞാൻ കടം കൊടുക്കാനുള്ള ആൾക്കാണ് എന്തു ചെയ്യാം, അയാളാണ് ഇവിടെ ശരിക്കും അയാളുടെയാണ് പൈസ അല്ലേ. പിന്നെ ഇവിടെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരു കോർട്ട്, ആരാണോ ഉത്തരവിടുന്നത് ആ കോർട്ട്. ഇത്രയും പേരാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഗാർണിഷി ഓർഡറിന് 2 സ്റ്റേജുകളുണ്ട് എന്ന് പറയാം. ഓർഡർ നിസി ഉണ്ട്, ഓർഡർ ആബ്സല്യൂട്ട് എന്നും പറയും കേട്ടോ. അപ്പോൾ അതൊക്കെ പണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ധാരാളം ചോദിച്ചിട്ടുള്ളതാണ്. ഓർഡർ നിസി, ഓർഡർ ആബ്സല്യൂട്ടൊക്കെ.
ഓർഡർ നിസ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്കിനോട് ഡയറക്റ്റ് ചെയ്യുന്നു, കോർട്ട് റീസൺസ് സഹിതം എന്തുകൊണ്ടാണ് നിങ്ങൾ റിക്കവർ ചെയ്ത് കൊടുക്കാത്തത് എന്ന് ഓർഡർ ഇടുകയാണ് കേട്ടോ. പിന്നെ ഓർഡർ ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീസ് ചെയ്ത് സ്റ്റോപ്പ് ഓർഡറാണ്. പേയ്മെൻ്റ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് അക്കൗണ്ടിലെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ കാശ് ഇവിടെ അടയ്ക്കാൻ പറയും, കോടതിയിലേക്ക് അടയ്ക്കാൻ പറയും. അതാണ് ഓർഡർ ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ 2 സ്റ്റേജസിലൂടെയാണ് ഈ ഒരു ഗാർണിഷി ഓർഡർ എന്ന് പറഞ്ഞ ഓർഡർ കടന്നു പോകുന്നത് എന്ന് പറയാം കേട്ടോ. അപ്പോൾ പ്രത്യേകം ഓർത്ത് വയ്ക്കുക. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പം ഇടയ്ക്ക്, അതായത് നമ്മുടെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പോലത്തെ വലിയ എക്സാമുകൾക്കൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഗാർണിഷി ഓർഡർ, അതായത് വലിയ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കും ചിലപ്പോൾ വരാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, ഗാർണിഷി ഓർഡർ അപ്ലിക്കബിൾ ആകുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്. അതായത് ഇപ്പം ഗാർണിഷി ഓർഡർ അപ്ലിക്കബിൾ ടു ദ ബാലൻസ് ഹെൽഡ് അറ്റ് ദ ടൈം ഓഫ്, ആ ഒരു ഓർഡർ റിസീപ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ബാങ്കിൽ എത്ര രൂപയാണോ ഉണ്ടായിരുന്നത് അതിന്മേൽ മാത്രമേ ഗാർണിഷി ഓർഡർ പുറപ്പെടുവിക്കാൻ പാടുള്ളൂ. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 50,000 രൂപ എൻ്റെ അക്കൗണ്ടിലുണ്ട്, ഓക്കെ, അല്ലെങ്കിൽ ഒരു 60,000 രൂപ എൻ്റെ അക്കൗണ്ടിലുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, 50,000 രൂപയുടെ ഒരു ഗാർണിഷ് കിട്ടി, ഓർഡർ കിട്ടി. അപ്പോൾ ആ 50,000 രൂപയിൽ എന്ത് ചെയ്യാം, ഇവർക്ക് ബാക്കി അവിടെ കിടക്കാം. അത് കഴിഞ്ഞ് എനിക്കൊരു 30,000-ൻ്റെ ചെക്ക് വന്നു എന്ന് വിചാരിക്കുക. പക്ഷേ അവരെന്ത് ചെയ്യാൻ പാടില്ല, അതെടുക്കാൻ പാടില്ല. ഇപ്പോൾ 80 മൊത്തം എമൗണ്ട്, 50 മാത്രമേ എൻ്റെ അക്കൗണ്ടിലുള്ളൂ എങ്കിലും ആ 50 അവർക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഗാർണിഷി ഓർഡർ ഈസ് അപ്ലിക്കബിൾ ടു ദ ബാലൻസ് ഹെൽഡ് അറ്റ് ദ ടൈം ഓഫ് റിസീപ്റ്റ് ഓഫ് ദ ഓർഡർ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഗാർണിഷി ഓർഡർ അപ്ലിക്കബിൾ ആകുന്നത് പിന്നെ എനിക്ക് 1 ലക്ഷം വന്നോ പിന്നെ എനിക്ക് 3 ലക്ഷം വന്നോ അതൊന്നുമല്ല. ഓർഡർ കൈപ്പറ്റുമ്പോൾ എത്ര രൂപയാണ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് അതിന്മേലാണ് ഈ ഗാർണിഷി ഓർഡർ പുറപ്പെടുവിക്കുക. അതാണ് കോർട്ടിന് കൊടുക്കുക കേട്ടോ. amount received after the receipt of the garnishi order cannot be attached. ആ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എമൗണ്ട് റിസീവ്ഡ് ആഫ്റ്റർ ദ റെസിപ്റ്റ്, അതായത് ഇത് ലഭിച്ചതിന് ശേഷം വരുന്ന എമൗണ്ടിന്മേലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഗാർണിഷി ഓർഡർ അതുണ്ടല്ലോ. അപ്പോൾ പിന്നെ അടുത്ത ദിവസം ഒരു ചെക്ക് വന്നു, ഇന്നലെ ഗാർണിഷി ഓർഡർ വന്നതാണല്ലോ, അപ്പോൾ ഇതിലത്തെ 10,000 കൂടി എടുക്കാം, അത് പറ്റില്ല. ഗാർണിഷി ഓർഡർ ലഭിക്കുന്ന സമയത്ത് റിസിപ്റ്റ് ബാങ്ക് ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് എത്ര രൂപയാണോ ഉണ്ടായിരുന്നത് അതിന്മേൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഗാർണിഷി ഓർഡർ പ്രയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിൻ്റാണ്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ നമുക്കത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഗാർണിഷി ഓർഡർ ഇപ്പം നമുക്ക് ഏത് ബ്രാഞ്ചിൽ വന്നാലും ആ ബാങ്കിൻ്റെ എല്ലാ ബ്രാഞ്ചിലും അത് ആപ്ലിക്കബിളാണ്. ശരിക്കും ഗാർണിഷി ഓർഡറിൻ്റെ കാര്യത്തിൽ എല്ലാ ബ്രാഞ്ചുകളെയും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു ബ്രാഞ്ചിലാണ് ഗാർണിഷി ഓർഡർ വന്നത്. തൃശ്ശൂർ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഗാർണിഷി ഓർഡർ ആപ്ലിക്കബിൾ ആയിരിക്കും. അതാണ് ഈ ഒരു ഗാർണിഷി ഓർഡറിൻ്റെ പർപ്പസിൽ ഓൾ ദ ബ്രാഞ്ചസ് ഓഫ് എ ബാങ്ക് ആർ ട്രീറ്റഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഗാർണിഷി ഓർഡർ സെർവ്ഡ് അറ്റ് ദ ഹെഡ് ഓഫീസ് ഓഫ് എ ബാങ്ക് ഷോൾ ബി ആപ്ലിക്കബിൾ ടു ദ ബ്രാഞ്ചസ് ഓഫ് ദ ബാങ്ക് എന്ന് പറയാം. ഹെഡ് ഓഫീസിൽ ലഭിക്കുന്ന ഒരു ഗാർണിഷി ഓർഡർ ആണെങ്കിൽ പോലും അതെല്ലാ ബ്രാഞ്ചസിനും എന്താണ്, ആപ്ലിക്കബിൾ ആണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ ഗാർണിഷി ഓർഡറുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇപ്പം നമ്മൾ ഓർഡർ നിസ്സി ഓർക്കണം, ഓർഡർ ആബ്സല്യൂട്ട് ഓർക്കണം, 4 പാർട്ടികളേനെ ഓർക്കണം, എന്താണ് ഈ ഓർഡർ എന്ന് ഓർക്കണം. പിന്നെ അതുപോലെ ഗാർണിഷി ഓർഡർ ബാലൻസ് ഉള്ള റെസിപ്റ്റ് ചെയ്യുന്ന സമയത്താണെന്ന് ആലോചിക്കണം. പിന്നെ അമൗണ്ട് റിസീവ് ചെയ്തതിന് ശേഷമുള്ളത് കനോട്ട് ബി അറ്റാച്ച്ഡ് ആണെന്ന് ആലോചിക്കണം. ഒരു ബാങ്കിൽ എല്ലാ ബാങ്കും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് അവരത് കൺസിഡർ ചെയ്യുന്നത് എന്നൊക്കെ ആലോചിക്കണം കേട്ടോ. അപ്പം പിന്നെ അത് കൂടാതെ ഏതൊക്കെ സമയത്താണ് ഈ ഗാർണിഷി ഓർഡർ റിക്കവേർഡ്, ഏതൊക്കെ മണിയാണ് റിക്കവർ ചെയ്യുക എന്ന് ജസ്റ്റ് നമുക്ക് നോക്കിയിട്ട് പോവാം. അതായത് ഇപ്പോൾ അക്കൗണ്ടിലുള്ള പണം, ഗാർണിഷി ഓർഡർ ലഭിക്കുമ്പോൾ അക്കൗണ്ടിൽ ഉണ്ടാകുന്ന പണത്തിന് മേൽ എന്ത് ചെയ്യാം, ഗാർണിഷി ഓർഡർ പ്രയോഗിക്കാം. അതുപോലെ ഇപ്പം ഒരു ചെക്ക് വന്നിട്ട് കിടപ്പുന്നുണ്ട്, പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഒരു 11 മണിയായി, അപ്പോൾ ഒരു 10:50 ഒരു ചെക്ക് പ്രോസസ്സിങ്ങിലുണ്ട്, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല,
പേ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക, കൊടുത്തിട്ടില്ല. അപ്പോൾ ആണ് 10:50 നമ്മൾ ചെക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. എന്നാലോ 11 മണിക്ക് ഗാർണിഷ് ഓർഡർ വന്നു. പിന്നെ ആ ചെക്ക് പാസ്സാക്കി കൊടുക്കുമോ? ഇല്ല കേട്ടോ, ആ ചെക്ക് പാസ്സാക്കില്ല. കാരണം അതിലത്തെ എമൗണ്ട് പിന്നെ ഗാർണിഷ് ഓർഡർ അറ്റാച്ച് ചെയ്യാനുള്ളതാണ്. ഓൾറെഡി പ്രോസസ്സിങ് കഴിഞ്ഞ ചെക്കാണെങ്കിൽ കുഴപ്പമില്ല, കൊടുക്കാൻ പറ്റും. പക്ഷെ അല്ലെങ്കിൽ കൊടുക്കില്ല കേട്ടോ. പിന്നെ ഗാർണിഷ് ഓർഡറാണ് അവർ അത് അതിന് തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ അവർക്ക് ഗാർണിഷ് ഓർഡർ വന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്റ്റ് കൊടുത്ത് പറഞ്ഞയക്കുകയാണ് ചെയ്യുക. അപ്പോൾ എമൗണ്ട് അതിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലും ലോൺ അക്കൗണ്ടിൽ എന്തെങ്കിലും ക്രെഡിറ്റ് ബാലൻസോ ഡെപ്പോസിറ്റ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും എടുക്കാം. FD അക്കൗണ്ട് എടുക്കാം. അപ്പോൾ അതൊക്കെ മെച്ചുവേർഡ് ആവാത്ത FD ആണെങ്കിൽ പോലും, ഇൻക്ലൂഡിങ് FD വിച്ച് ഹാസ് നോട്ട് യെറ്റ് ബീൻ മെച്ചുവേർഡ് ആണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും, വിച്ച് ക്യാൻ ബി റിക്കവേർഡ് ആസ് പെർ ദ ഗാർണിഷ് ഓർഡർ. പിന്നെ ചില സംഭവങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അറ്റാച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറയും. ഓക്കെ, ചിലത് എന്ത് ചെയ്യാൻ പറ്റില്ല, അറ്റാച്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അത് അറ്റാച്ച് ചെയ്യാൻ പാടാത്തത് ഏതൊക്കെ സാഹചര്യത്തിലാണെങ്കിൽ, ഗുഡ് ഫോർ പേയ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മാറ്റി വെച്ചു. ചെക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കണം. കാരണം ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് ഗുഡ് ഫോർ പേയ്മെൻറ്റ് കൊടുത്ത ചെക്കുകളാണെങ്കിൽ അവർ തീർച്ചയായിട്ടും പേയ്മെൻറ്റ് നടത്തേണ്ടതാണ്. ഗാർണിഷ് ഓർഡർ വന്നിരുന്നാൽ തന്നെയും അവർക്ക് അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ വല്ല ജോയിൻ്റ് അക്കൗണ്ടൊക്കെ ആണെന്ന് വിചാരിക്കുക. അപ്പം ഹസ്ബൻഡും അല്ലെങ്കിൽ വൈഫും, അത് അത്ര ഇതാണോ അറിയില്ല, അപ്പോൾ ഒരു രണ്ട് പിന്നെ പാർട്ട്നേഴ്സ് കൂടിയിട്ട് ഒരു ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ പാർട്ട്ണർ എ, പാർട്ട്ണർ ബി. പാർട്ട്ണർ എക്കാണ് ഗാർണിഷ് ഓർഡർ വന്നത്. പാർട്ട്ണർ ബിക്ക് ളുടെ കൂടെ ഒരു അക്കൗണ്ടാണല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് അതിലത്തെ എമൗണ്ട് എടുത്തിട്ട് പാർട്ട്ണർ എയുടെ കടം വീട്ടാൻ അല്ലെങ്കിൽ ഗാർണിഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അത് പറ്റില്ല. ജോയിൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ ഒരാളുടെ പേരിൽ മാത്രമേ. അപ്പോൾ പാർട്ട്ണർഷിപ്പിന് ഒരുമിച്ച് വന്നെങ്കിൽ ഓക്കെ. പാർട്ട്ണർഷിപ്പ് ഇത് വ്യക്തികൾക്ക് മാത്രമല്ല സ്ഥാപനങ്ങൾക്കും ഗാർണിഷ് വരാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരുമിച്ച് വന്നെങ്കിൽ രണ്ടാളുടെ ഒരുമിച്ച് ഫ്രീസ് ചെയ്യാം, അല്ലെങ്കിൽ പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ജോയിൻ്റ് അക്കൗണ്ടിൻ്റെ കേസിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതിന് അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ പറ്റാത്ത വേറെയും സാഹചര്യങ്ങൾ ധാരാളം ഉണ്ട് കേട്ടോ. ഗാർണിഷ് ഓർഡർ, 2 ഗാർണിഷ് ഓർഡർ ഒരുമിച്ച് വന്നു. അപ്പം അങ്ങനെ എമൗണ്ട് റിക്കവർ ചെയ്യുന്നത് ഒരു പ്രോറാറ്റ ബേസിസിലാണെന്നൊക്കെ നമുക്ക് കണക്കാക്കാം. ആ ഒരു രീതി, അതാണോ അവർക്ക് കൂടുതൽ ഇതുള്ളത് അതിനനുസരിച്ചിട്ടാണ്. പിന്നെ ട്രസ്റ്റ് അക്കൗണ്ട് അതുപോലെ തന്നെ ട്രസ്റ്റിയുടെ പേരിലായിരിക്കും. അപ്പോൾ ആ ട്രസ്റ്റിയുടെ പേരിൽ വന്നു കഴിഞ്ഞാൽ ട്രസ്റ്റി മാത്രമല്ലല്ലോ അതിന് ഉത്തരവാദി, ബാക്കിയുള്ള എല്ലാവരുടെയും കൂടിയാണല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് അത് എടുക്കാൻ പാടില്ല. അങ്ങനെ കുറേ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇൻസോൾവൻ്റ് ആയി എന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ ഇൻസോൾവൻ്റ് ആയാലും ഇതുപോലെ തന്നെയാണ്. ഇൻസോൾവൻ്റ് ആയ ഈ ബാലൻസ് പിന്നെ ആർക്ക് അവകാശപ്പെട്ടാണെന്ന് പറഞ്ഞാൽ കോർട്ടിൽ നിന്ന് ഒരു റിസീവറിനെ അപ്പോയിൻറ്റ് ചെയ്യുമല്ലോ, ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ലിക്വിഡേറ്ററിനെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അവരുടെയാണ് പിന്നെ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അതിലുള്ള ഇൻസോൾവൻറ്റിന് അങ്ങനെ ഒരു ഓർഡർ വന്നാലും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗാർണിഷ് ഓർഡറായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇത് തൊട്ടിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. മറ്റേത് ഞാൻ ബാങ്കിങ് ഓംബുഡ്സ്മാൻ പറയാമെന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം, ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി കേട്ടോ. വാട്ട് ഈസ് റിട്ടൺ ഇൻ ദ സെക്യൂരിറ്റി ത്രെഡ് ഓഫ് കറൻസി നോട്ട്സ് ഓഫ് ഹയർ ഡിനോമിനേഷൻ? ഹയർ ഡിനോമിനേഷൻ ഇപ്പം 2000 രൂപയുടെ നോട്ടാണ് ഏറ്റവും വലുതായിട്ടുള്ളത് കേട്ടോ. ആദ്യം നമുക്കറിയാം 1000 ആയിരുന്നു, പിന്നെ അത് മാറ്റിയില്ല. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ സെക്യൂരിറ്റി ത്രെഡ് എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങളുണ്ട്. സെക്യൂരിറ്റി മെഷേഴ്സ് നോട്ടുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി ത്രെഡിലെ ക്വസ്റ്റ്യനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സെക്യൂരിറ്റി ത്രെഡ് നോക്കാം. സെക്യൂരിറ്റി ത്രെഡ് അപ്പിയേഴ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് മഹാത്മാഗാന്ധി. ഒരു പോർട്രേറ്റ് ഉണ്ടാവല്ലോ, അതിൻ്റെ ലെഫ്റ്റിലാണ് വരിക. സെക്യൂരിറ്റി ത്രെഡിന് ഒരു പ്ലെയിൻ നോൺ റീഡബിൾ ഫുള്ളി എംബഡഡ് സെക്യൂരിറ്റി ത്രെഡായിരുന്നു. പണ്ട് നോൺ റീഡബിൾ ആയിരുന്നു, വായിക്കാൻ പറ്റാത്തതായിരുന്നു കേട്ടോ. പക്ഷേ പിന്നീട് നമ്മുടെ 2000 രൂപ നോട്ടിലൊക്കെ പിന്നീട് മഹാത്മാഗാന്ധി സീരീസിലുള്ളതിലൊക്കെ റീഡബിൾ ഫോമിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വിസിബിളാണ്. പിന്നെ അതായത് ഭാരത് എന്ന് ഹിന്ദിയിലും
RBI എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിലുമാണ് കൊടുത്തിട്ടുള്ളത്. 2000 നോട്ടിലെ കാര്യമാണ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ RBI ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഭാരത് ഇൻ ഹിന്ദി എന്നതാണ് നമ്മുടെ ആൻസറായിട്ട് വരിക. ഓക്കെ, അതാണ് നമുക്ക് ശരിക്കും ആൻസറായിട്ട് കൊടുക്കാൻ പറ്റുന്നത് കേട്ടോ. RBI ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഭാരത് ഇൻ ഹിന്ദി എന്നാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, അപ്പം ഇനി സെക്യൂരിറ്റി ത്രെഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. എല്ലാ കറൻസി നോട്ടുകളിലും എന്തുണ്ട്, സെക്യൂരിറ്റി ത്രെഡുകളുണ്ട് കേട്ടോ. വെൻ നോട്ട്സ് ഹെൽഡ് അഗെയിൻസ്റ്റ് ഒരു നമ്മൾ ലൈറ്റിൻ്റെ നേരെ പിടിച്ചു കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി ത്രെഡ് കണ്ടിന്യൂസ് ലൈനായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ വെളിച്ചത്തിൻ്റെ നേരെ പിടിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ലൈറ്റിൻ്റെ നേരെ പിടിക്കില്ലേ നമ്മൾ, കള്ളനോട്ടാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നോക്കില്ലേ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാലാണ് സെക്യൂരിറ്റി ത്രെഡ് വിസിബിൾ ആവുക കേട്ടോ. അപ്പം നമുക്ക് ഈ സെക്യൂരിറ്റി ത്രെഡ് അല്ലാതെ വേറെ എന്തൊക്കെ സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ ഒരു കറൻസി നോട്ടിലുണ്ടെന്ന് നോക്കാം. പ്രധാനമായിട്ട് 9 എണ്ണമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വാട്ടർമാർക്ക് ഉണ്ട്. ഗാന്ധിജിയുടെ മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾക്ക് മഹാത്മാഗാന്ധിയുടെ വാട്ടർമാർക്ക് ഉണ്ട്. ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എഫക്റ്റാണ്. മൾട്ടി ഡയറക്ഷണൽ ലൈൻസോട് കൂടിയിട്ടാണ് വാട്ടർമാർക്ക് വിൻഡോ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ നമ്മൾ പറയുന്നത് വാട്ടർമാർക്കാണ്. ആദ്യത്തെ എന്താ പറഞ്ഞാൽ സെക്യൂരിറ്റി ത്രെഡായിരുന്നു. ഭാരത് എന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിൽ RBI എന്നും എഴുതിയതായിരുന്നു കേട്ടോ. നോൺ റീഡബിൾ ആയിരുന്നു പണ്ട്, പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ളതൊക്കെ റീഡബിൾ ഫോമിൽ തന്നെയാണ്. വാട്ടർമാർക്ക് ഉണ്ട്. മഹാത്മാഗാന്ധി സീരീസിലെ ബാങ്ക് നോട്ട്സിൽ കണ്ടെയ്ൻ മഹാത്മാഗാന്ധിയുടെ വാട്ടർമാർക്ക് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എഫക്റ്റിലാണ്, മൾട്ടി ഡയറക്ഷണൽ ലൈൻസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മൈക്രോ ലെറ്ററിങ് എന്ന് പറയും. അതായത് ഇതൊരു വെർട്ടിക്കൽ ബാൻഡ്, മഹാത്മാഗാന്ധി പോർട്രേറ്റിൻ്റെ വെർട്ടിക്കൽ ബാൻഡായിട്ട് RBA എന്ന് കണ്ടെയ്ൻസ് ദ വേർഡ് RBA എന്നാണ് എഴുതിയിട്ടുള്ളത്. 5ലും 10ലും ദ നോട്ട്സ് ഓഫ് 20ലും ആൻഡ് എബവ് ഓൾസോ കണ്ടെയ്ൻ ഡിനോമിനേഷണൽ വാല്യൂ ഓഫ് ദ നോട്ട്സ് ഇൻ മൈക്രോ ലിറ്റേഴ്സിലുണ്ട്. ദിസ് ഫീച്ചേഴ്സ് ക്യാൻ ബി സീൻ വെൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഒരു മാഗ്നിഫയിങ് ഗ്ലാസ്, അതായത് സൂക്ഷ്മദർശിനിയിലൊക്കെ നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ, അത്രയും ചെറുതിലാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, RBA എന്ന് ചെറിയ രീതിയിലാണ്, വെർട്ടിക്കൽ മൈക്രോ ലെറ്ററിങ് എന്നാണ് അതിന് പറയുക. വെർട്ടിക്കൽ ബാൻഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, അതിനാണ് മൈക്രോ ലെറ്ററിങ് എന്ന് പറയുക. അടുത്തത് ലേറ്റൻ്റ് ഇമേജ് ആണ്. ഇതും ഒബ്സർവ് സൈഡ് 2000ലും 5000ലും 500ലും 5000 കേട്ടോ, 2000ലും 500ലും 100ലും 50ലും 20ലും ഒക്കെ ഉണ്ട്. വെർട്ടിക്കൽ ബാൻഡ് റൈറ്റ് സൈഡിൽ, വെർട്ടിക്കൽ ബാൻഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് മഹാത്മാഗാന്ധിയുടെ പോർട്രേറ്റ് കണ്ടെയ്ൻസിൽ ഒരു ലേറ്റൻ്റ് ഇമേജ് ഷോയിങ് റെസ്പെക്റ്റീവ്ലി ഡിനോമിനേഷണൽ വാല്യൂ ഇൻ ന്യൂമറൽ. ദ ലേറ്റൻ്റ് ഇമേജ് ഈസ് വിസിബിൾ ഓൺലി വെൻ നോട്ട് ഈസ് ഹെൽഡ് ഹൊറിസോണ്ടലി അറ്റ് ഐ ലെവൽ. പിടിച്ചു നോക്കിയാൽ മാത്രമാണ് അത് കാണാൻ പറ്റുള്ളൂ, ഈ ലേറ്റൻ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കാണാതെ പഠിക്കുകയൊന്നും വേണ്ട, നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക. പല ക്വസ്റ്റ്യൻസും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമോ ആ ഒരു രീതിക്കുള്ള ഒരു അസസ്മെൻറ്റിൽ വായിച്ചാൽ മതി കേട്ടോ. ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നോക്കാം. 5ാമത്തെ വിഷ്വലി ഇമ്പയർഡുള്ള ആൾക്കാർക്ക് ഇൻറ്റാലിഗോ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ആ വാട്ടർ മാർക്ക് വിൻഡോ കേട്ടോ, ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് വിൻഡോ. കാരണം അവർക്ക് ഒന്ന് തൊട്ട് നോക്കിയൊക്കെ മനസ്സിലാവണ്ടേ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഓരോന്ന് എല്ലാറ്റിനും ഉണ്ട്. 20ന് വെർട്ടിക്കൽ റെക്റ്റാങ്കിളിലാണ് വരിക, 50ന് സ്ക്വയർ ടൈപ്പാണ്, 100ന് ട്രയാങ്കിളാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാവണമല്ലോ, 500ന് സർക്കിളാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ രീതിക്കാണ് വരിക കേട്ടോ. ഓക്കെ, അപ്പം പിന്നെ ഇൻറ്റാലിയോ പ്രിൻറ്റിങ് ഇൻറ്റാലിയോ പ്രിൻറ്റിങ് ഉണ്ട്, അതും തന്നെയാണ്. അതായത് കൺവീനിയൻസ് ആണ് ബ്ലൈൻഡ് പീപ്പിളിന് വേണ്ടിയിട്ടുള്ള. അശോക പില്ലർ എംബ്ലം ലെഫ്റ്റിൽ പോർട്രേറ്റ് ഓഫ് മഹാത്മാഗാന്ധി ഉണ്ട്, റിസർവ് ബാങ്കിൻ്റെ സീലുണ്ട്, അത് ഒരു പ്രത്യേക രീതിയിൽ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ. ഗ്യാരണ്ടി ആൻഡ് പ്രോമിസ് ക്ലോസ് ഉണ്ട്, RBI ഗവർണർ സിഗ്നേച്ചറും, ഇതൊക്കെ അങ്ങനെ തന്നെയാണ് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒപ്റ്റിക്കലി വാരിയബിൾ ഇങ്ക്, കളർ ചേഞ്ചിങ് ഇങ്കാണ്. ഒന്ന് ജസ്റ്റ് നമ്മളിങ്ങനെ തിരിക്കുമ്പം പല ആംഗിളിൽ ചേഞ്ചിങ് ആവുന്ന ഇങ്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പുതിയ നോട്ടുകളിലൊക്കെ അങ്ങനെ ഉണ്ട്. പിന്നെ സീ ത്രൂ രജിസ്റ്റർ ഉണ്ട്, ഷോപ്പ് നമ്പറും അതുപോലെ തന്നെ ലൈറ്റും ചെറിയ ഫ്ലോറൽ ഡിസൈൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്ലൂറസെൻ്റ് ആണ്. അൾട്രാവയലറ്റ് ലാമ്പിൽ വെച്ച് നോക്കുമ്പോൾ നമ്പർ പാനൽസ് ഓഫ് ദ നോട്ട്സ് ആർ പ്രിൻറ്റഡ് ഇൻ ഫ്ലൂറസെൻ്റ് ഇങ്കിലാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അൾട്രാവയലറ്റ് ലാമ്പിൽ വെച്ച് നോക്കുമ്പോൾ വെൻ ദ നോട്ട്സ് ആർ ഇൻ ഫ്രണ്ട് ഓഫ് അൾട്രാവയലറ്റ് ലാമ്പിലാണ് ഇവ രണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത് എന്നും പറയാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് വായിക്കുമ്പോൾ കറൻസിയായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ബാങ്ക് നോട്ടുമായി ബന്ധപ്പെട്ട്, കറൻസിയായിട്ട് ധാരാളം ഫാക്ട് നമ്മൾ പഠിക്കാനുണ്ട്. ബാങ്ക് നോട്ടുകളുടെ സെക്യൂരിറ്റി മെഷേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള 9 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സെക്യൂരിറ്റി ത്രെഡാണ് നമുക്ക് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ചിലപ്പോൾ ഏതെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കാം. ഓക്കെ,
അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ സെക്ഷൻ 9 ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മുടെ BR ആക്ടിൻ്റെ സെക്ഷൻ 9. നോ ബാങ്കിങ് കമ്പനി ഷോൾ ഹോൾഡ് എനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയും എന്ത് ചെയ്യാൻ പാടില്ല, എക്സെപ്റ്റ് അവരുടെ യൂസിന് വാങ്ങിയത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അത് പറ്റില്ല. അവരുടെ യൂസിന് അല്ലാത്തത് എത്ര വർഷത്തിൽ കൂടുതൽ വെക്കാൻ പാടില്ല എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് പറയുന്നത് സെക്ഷൻ 9ലാണ്. അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? എത്ര വർഷത്തിൽ കൂടുതൽ വെക്കാൻ പാടില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെക്ഷൻ 9 എന്താണെന്ന് നോക്കാം. അതിൽ സെക്ഷൻ 9ൻ്റെ ഹെഡിങ് തന്നെ ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റാണ്. ബാങ്കിങ് അസറ്റ് അല്ല, നോൺ ബാങ്കിങ് അസറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ്സിൻ്റെ സെക്ഷനാണ് 9 എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ബാങ്ക് കനോട്ട് ഹോൾഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നോട്ട് ഓവർ 7 years എക്സെപ്റ്റ് ഇറ്റ്സ് ഓൺ പ്രോപ്പർട്ടി. സ്വന്തമല്ലാത്ത പ്രോപ്പർട്ടി 7 വർഷത്തിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, കയ്യിൽ വെക്കാൻ പാടില്ല. അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് ഏതാ? 7 years ആണ്. എന്നാൽ 5 വർഷം, അതായത് എക്സ്റ്റൻഷൻ ഉണ്ട് കേട്ടോ, എക്സ്റ്റൻഷൻ പീരീഡ് ഉണ്ട്. RBI മേ എക്സ്റ്റെൻഡ് ദിസ് പീരീഡ് ബൈ 5 years. 5 years എന്ന് വേണമെങ്കിൽ RBIക്ക് അല്പം കൂടുതലാക്കി കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ കൂടി ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ സെക്ഷൻ 7 എന്നത്. സെക്ഷൻ 7 ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 6 ഫോം ഓഫ് ബിസിനസ് ആണ്, ഇൻ വിച്ച് ബാങ്കിങ് കമ്പനീസ് മേ എൻഗേജ്. ബാങ്കിങ് കമ്പനിക്ക് ചെയ്യാൻ പറ്റാവുന്ന ബിസിനസ്സുകളെ കുറിച്ചിട്ടാണ് പറയണത്. അത് സെക്ഷൻ 6ലാണ്. സെക്ഷൻ 7ലാണ് യൂസേജ് ഓഫ് ബാങ്കിങ് വേർഡ്സ് അങ്ങനെ യൂസ് ചെയ്യാൻ പാടുമോ? അത് ഒരു പണിഷബിൾ ഒഫൻസ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിന് മാത്രമാണ് പാടുള്ളൂ അല്ലേ. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളതിൽ മാത്രമേ സ്പെസിഫൈ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ സെക്ഷൻ 8 പ്രൊഹിബിഷൻ ഓഫ് ട്രേഡിംഗ് ആണ്. ട്രേഡിംഗ് ബിസിനസ് ചെയ്യാൻ പാടില്ല കേട്ടോ. പ്രൊഹിബിറ്റ്സ് എ ബാങ്ക് ഫ്രം ക്യാരിയിങ് ഓൺ ട്രേഡിംഗ് ബിസിനസ്. ട്രേഡിംഗ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നതിൽ നിന്നും ബാങ്കുകളെ വിലക്കിയിരിക്കുന്നു എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 8 എന്ന് പറയുന്നത്. 9 ഇപ്പോൾ പറഞ്ഞ ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ് ആണ് കേട്ടോ. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ 10A-യും 10B-യും ഒക്കെ ഉണ്ട്. 10B കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. 10B ബാങ്കിങ് കമ്പനിയുടെ വോൾ ടൈം ചെയർമാനെ കുറിച്ചിട്ടാണ് പറയണത്. നോട്ട് എക്സീഡിങ് 5 yearsനാണ് ആളെ നിയമിക്കുക. പിന്നെ 12 ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നതാണ് എന്ത്? സെക്ഷൻ 12 അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നതാണ്. സോ 9 നമുക്ക് മനസ്സിലായി, നോൺ ബാങ്കിങ് അസറ്റാണ്. 10B എന്താ പറഞ്ഞത്? വോൾ ടൈം ഡയറക്ടറുടെ കാര്യമായിരുന്നു പറഞ്ഞത്. 12 ക്യാപിറ്റൽ സ്ട്രക്ചറാണ് പറഞ്ഞത്. 15 ഇമ്പോർട്ടൻ്റ് ആണ്. റെസ്ട്രിക്ഷനാണ്, പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റുമായി ബന്ധപ്പെട്ട റെസ്ട്രിക്ഷനാണ് പറയുന്നത്. 15 പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡിവിഡൻറ്റ് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെസ്ട്രിക്ഷനാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് കംപ്ലീറ്റ്ലി റിട്ടേൺ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഡിവിഡൻറ്റ് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം. ഓക്കെ, പിന്നെ റിസർവ് ഫണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സെക്ഷൻ 17 ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 18 മെയിൻ്റനൻസ് ഓഫ് CRR ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 19 എന്താണ്? റെസ്ട്രിക്ഷൻ ഓൺ ബിസിനസ് ഓഫ് സബ്സിഡിയറിയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആയതെങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, ഇനി ഗൂഗിൾ പേ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗൂഗിൾ പേ ഇതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം ഫിൻടെക് കമ്പനി, ടെക്ഫിൻ കമ്പനി, പേയ്മെൻറ്റ് ഗേറ്റ് വേ, ഇതിൽ ഏതപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണ് ഗൂഗിൾ പേ, പിന്നെ ടെക്ഫിനാണ് നമുക്ക് ആൻസർ കൊടുത്തിട്ടുള്ളത്. ടെക്ഫിനാണ് കേട്ടോ. പിന്നെ ഫിൻടെക് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഫിൻടെക്കും ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിക്കാണ്. അപ്പോൾ പക്ഷേ ടെക്ഫിനാണ് അവർ കൊടുത്തിട്ടുള്ളത്. ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് പഠിക്കാം കേട്ടോ. ടെക്ഫിനാണ് ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗൂഗിൾ പേ എന്താണ്? ഒരു ടെക്ഫിൻ കമ്പനിയാണെന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. ടെക്ഫിൻ കമ്പനിയാണ്. അപ്പോൾ അത് ഗൂഗിൾ പേ ലോഞ്ച് ചെയ്തത് ആദ്യം, അതായത് ടെസ്സാപ്പ് എന്ന് പറഞ്ഞിട്ട് സെപ്റ്റംബർ 18, 2017 അരുൺ ജെയ്റ്റ്ലിയുടെ സമയത്താണ് ഇത് ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ. സെപ്റ്റംബർ 18, 2017 അന്ന് ഈ പറഞ്ഞ പോലെ പിന്നെ ആ പേരിലാണ് ടെസ്സാപ്പ് എന്ന് പറഞ്ഞിട്ടാണ് അന്ന് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെയാണ് നമ്മുടെ ഗൂഗിളിൻ്റെ ഗ്ലോബൽ പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഗൂഗിൾ പേ എന്ന് പറഞ്ഞിട്ടുള്ള 2018. അപ്പോൾ പുതിയ പേര് റീബ്രാൻഡ് ചെയ്തിട്ടുള്ള പുതിയ പേരൊക്കെ വന്നത് 2018. 2017 സെപ്റ്റംബർ 18 ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. പക്ഷെ അന്ന് അതിൻ്റെ പേര് ടെസ്സാപ്പ് എന്നായിരുന്നു കേട്ടോ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മുടെ റുപ്പേ കാർഡാണ്. റുപ്പേ കാർഡ് ഈസ് ലോഞ്ച്ഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ. അപ്പോൾ റുപ്പേ കാർഡ് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം റുപ്പേ കാർഡ് ആരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. റിസർവ് ബാങ്ക് ആണോ, ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് റിസർച്ച് ആൻഡ് ബാങ്കിങ്
IDRBT എന്ന് പറയും അല്ലേ, അതാണോ? അപ്പോൾ ഇതിൽ ആരുമല്ല, നൺ ഓഫ് ദ എബോവ് ആണ് നമുക്ക് ഉത്തരം ഉള്ളത്. കാരണം നമുക്കറിയാം നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന NPCI ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു തരത്തിലുള്ള ഇറക്കിയിട്ടുള്ളത്, റുപ്പേ കാർഡ് ഇറക്കിയിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റുപ്പേ കാർഡ് NPCI ഇറക്കിയെന്ന് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ അവർക്ക് കുറേ പ്രൊമോട്ടേഴ്സ് ബാങ്കുകളുണ്ട് കേട്ടോ. NPCIക്ക് കുറേ പ്രൊമോട്ടേഴ്സ് ബാങ്കുകളുണ്ട്. അപ്പോൾ പ്രൊമോട്ടേഴ്സ് ബാങ്കുകൾ 10 പ്രൊമോട്ടേഴ്സ് ബാങ്കുകളാണുള്ളത് കേട്ടോ. ഇപ്പോൾ NPCIക്ക് ഒരുപാട് ബാങ്കുകളുണ്ട്. പബ്ലിക് സെക്ടർ ബാങ്ക് ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഉണ്ട്, RRBസും കോപ്പറേറ്റീവ് ബാങ്ക്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. 10 കോർ പ്രൊമോട്ടർ ബാങ്കുകളാണുള്ളത്. സ്റ്റേറ്റ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, യൂണിയൻ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക്, HDFC ബാങ്ക്, പ്രധാനപ്പെട്ട എല്ലാ ബാങ്കുകളും, സിറ്റി ബാങ്ക്, HSBC എന്ന് തുടങ്ങിയ അങ്ങനത്തെ ബാങ്കുകളാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ 10 പ്രൊമോട്ടർ ബാങ്കുകളുള്ളത്. ഇപ്പോൾ 56 ബാങ്കുകൾ അവരുടെ ഷെയർ ഹോൾഡർ ആയിട്ടുണ്ട് പ്രസൻ്റ്ലി NPCI ആയിട്ട്. അപ്പോൾ NPCI എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അംബ്രല്ല ഓർഗനൈസേഷനാണ്. എല്ലാ റീറ്റെയിൽ ഇടപാടുകൾക്കുമുള്ള സിസ്റ്റംസിനെയും നിയന്ത്രിക്കുന്ന നമ്മുടെ രാജ്യത്തെ ഒരു അംബ്രല്ല ഇൻസ്റ്റിറ്റ്യൂഷനാണ് NPCI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. 2008 ഇൻകോർപ്പറേറ്റ് ചെയ്തതാണ് ഈ NPCI. 2008 ഇൻകോർപ്പറേറ്റ് ചെയ്തത്. മുംബൈ ആണ് ആസ്ഥാനമായിട്ട് വന്നിട്ടുള്ളത്. ഇത് ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് RBI തന്നെയൊന്നും അല്ല, IBAയുടെ കൂടെയാണ് കേട്ടോ. RBIയും IBAയും ഒരുമിച്ചിട്ടാണ് ഈ NPCI എന്ത് ചെയ്തിട്ടുള്ളത്, തുടങ്ങിയിട്ടുള്ളത്. അതൊരു നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 10 കോർ പ്രൊമോട്ടർ ബാങ്കുകളുടെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ. പിന്നെ ശരിക്കും ഏപ്രിൽ 2009 ഓപ്പറേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു മിനിസ്ട്രി, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററുടെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ കൊടുക്കുന്ന കാർഡുകൾ അത് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും അങ്ങനത്തെ പലതരം ടൈപ്പ് ഓഫ് കാർഡുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പ്രധാനമായിട്ടുള്ള ഈ ഒരു സോഷ്യൽ സ്കീമുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള കാർഡുകളൊക്കെ കൊടുക്കുന്നത് ഈ റുപ്പേ കാർഡിലാണ് കേട്ടോ. അതാണ് ഈ പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് കാർഡ് അവർ കൊടുക്കുന്നുണ്ട്, ആ ഒരു കാർഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രധാനമന്ത്രി മുദ്ര യോജന എന്ന് പറഞ്ഞിട്ട് മുദ്ര കാർഡ്, റുപ്പേ മുദ്ര കാർഡ് എന്ന് പറഞ്ഞിട്ട് ആ കാർഡും കൊടുക്കുന്നുണ്ട്. പിന്നെ കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ പോലെ, അത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് അറിയില്ല, ഞാൻ ജസ്റ്റ് കണ്ടപ്പം നിങ്ങൾ വായിച്ചോട്ടെ എന്ന് വിചാരിച്ചെടുത്തിട്ടുള്ളൂ. ഈ പൺഗ്രെയിൻ സ്കീം എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൺഗ്രെയിൻ സ്കീം അത് നമ്മുടെ അവിടെയൊന്നും അല്ല, കേരളത്തിലൊന്നും ഇല്ല. കാരണം പൺഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടെയൊന്നും ഉള്ളതല്ല കേട്ടോ. പൺഗ്രെയിൻ സ്കീം ആ ഒരു പഞ്ചാബിലാണ് അത് ഉള്ളത്, പഞ്ചാബിലാണ് കൊടുക്കുന്നത്. ഗ്രെയിൻ കാർഡ് കൊടുക്കുന്നുണ്ട്, ഗ്രെയിൻ പ്രൊക്യൂർമെൻറ്റിൻ്റെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് പഞ്ചാബിലാണ് കൊടുക്കുന്നത്. പിന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ്, നമ്മുടെ KCC റുപ്പേ KCC എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയും കാർഡുകൾ അവരത് കൂടാതെ, സാധാരണ കാർഡ് കൂടാതെ ഇത്രയും കാർഡുകൾ ഈ സ്പെഷ്യൽ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. റുപ്പേ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, പൺഗ്രെയിൻ സ്കീം കാർഡ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെയുള്ളത് പ്രധാനമന്ത്രിയുടെ മുദ്ര യോജന സ്കീമിന് കാർഡ് കൊടുക്കുന്നുണ്ട്. റുപ്പേ PMJDY അവരിലും കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ അവരുടെ അക്കൗണ്ടിലേക്കൊക്കെ കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, ആ അവരുടെ പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻസൊക്കെ ഇതുവഴിക്ക് നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ, പിന്നെ നമ്മൾ NPCIയുടെ പ്രോഡക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ്. കുറേ പ്രോഡക്ട്സ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ, പ്രോഡക്ട്സിൻ്റെ കാര്യമൊക്കെ. അതായത് ഇപ്പോൾ നമ്മുടെ നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച്, നമ്മുടെ ATMസിനൊക്കെ കണക്ട് ചെയ്യുന്ന സംഭവമില്ലേ, NFS എന്ന് പറയും, നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച്. പിന്നെ ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം അവരുടെ ഒരു NPCI കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ NACH എന്ന് പറയും, നാഷണൽ ഓട്ടോമാറ്റഡ് ക്ലിയറിംഗ് ഹൗസ്. പിന്നെ റുപ്പേ കാർഡുകൾ, ക്രെഡിറ്റ് കാർഡും ഉണ്ട്, ഡെബിറ്റ് കാർഡുകളും ഉണ്ട്. അവർ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ് IMPS ഉണ്ട്, UPI ഉണ്ട്. പിന്നെ അതുപോലെ ഭീം ആപ്പ് ഉണ്ട്, AEPS ഉണ്ട്, ഭീം ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി. പിന്നെ ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം AEPS ഉണ്ട്. ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം, ഈ ബില്ലുകളൊക്കെ അടയ്ക്കാനും കാര്യങ്ങൾക്കും ഭാരത് QR കോഡ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നാഷണൽ ഇലക്ട്രോണിക് ടോളിന് വേണ്ടിയിട്ട് ടോൾ കളക്ഷനും ഉണ്ട്. പിന്നെ കോമൺ മൊബിലിറ്റി കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക NPCIയുടെ
ഉള്ളിലൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ചിലതിനൊക്കെ നമ്മുടെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കാണാറുമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കൊരു അവസരത്തിൽ അതെല്ലാം ഒരുമിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എപ്പോഴെങ്കിലും കേട്ടോ. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ എ ഡാഷ് കൺസിസ്റ്റ് ഓഫ് ബ്ലാക്ക് സ്ക്വയേഴ്സ് അറേഞ്ച്ഡ് ഇൻ എ സ്ക്വയർ ഗ്രിഡ് ഓൺ എ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കറുത്ത കുത്തുകൾ നമുക്ക് അറിയാം. വിച്ച് ക്യാൻ ബി റീഡ് ബൈ ആൻ ഇമേജിംഗ് ഡിവൈസ് വെച്ചിട്ട് ആണ് ഡിവൈസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏതാണെന്നാണ്. അപ്പോൾ നമുക്കറിയാം അത് QR കോഡാണെന്ന് അല്ലേ. ഓക്കെ, QR കോഡാണ്. ഓക്കെ, അടുത്തത് ദ ചാർജ് ഓൺ മൂവബിൾ അസറ്റ് വിത്തൗട്ട് പൊസഷൻ ടു ബി ക്രിയേറ്റഡ് എ ചാർജ്. മൂവബിൾ അസറ്റാണ് പറഞ്ഞിട്ടുള്ളത്. മൂവബിൾ അസറ്റാണ് വിത്തൗട്ട് പിന്നെ പൊസഷൻ ടു ബി ക്രിയേറ്റഡ് ഈസ് എ ചാർജ് നോൺ ആസ് എന്തു പേരിൽ അറിയപ്പെടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ്? ലീന് കൊടുത്തിട്ടുണ്ട്, ഹൈപ്പോത്തിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, പ്ലഡ്ജ് കൊടുത്തിട്ടുണ്ട്, സെറ്റ് ഓഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ലീന്, പ്ലഡ്ജ്, ഹൈപ്പോത്തിക്കേഷൻ ഉണ്ട്, സെറ്റ് ഓഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആവുമല്ലോ നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം എന്താണ് ഈ പൊസഷൻ വിത്തൗട്ട് പൊസഷനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. മൂവബിൾ അസറ്റാണ്. മൂവബിൾ അസറ്റ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മൂവബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ ഈ വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് നമ്മൾ ചൂണ്ടിപ്പണയം എന്നാണ് അതിനെ മലയാളത്തിൽ പറയുക. ഹൈപ്പോത്തിക്കേഷൻ എന്നാണ് ഉത്തരം വരിക. ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചൂണ്ടിപ്പണയാണ്. അപ്പോൾ അത് എന്തായാലും പൊസഷൻ നമ്മൾ എന്താ പറയുക നമ്മുടെ കയ്യിൽ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ വണ്ടി ഇതാക്കിയാലും വണ്ടി നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് ദ ചാർജ് ഓൺ മൂവബിൾ അസറ്റ് വിത്തൗട്ട് പൊസഷൻ ടു ബി ക്രിയേറ്റഡ് ഈസ് എ ചാർജ്. അവരവിടെ മേടിച്ച് വെക്കണമൊന്നുമില്ല, നമ്മുടെ കയ്യിലാണ് സാധനം ഉണ്ടാവുക. അപ്പോൾ ഓണർഷിപ്പ് മാത്രമേ മാറുന്നുള്ളൂ, പൊസഷൻ നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കും അതിൻ്റെ കേട്ടോ. അതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം കേട്ടോ. അതായത് ഈ ഒരു ബാങ്കേഴ്സിൻ്റെ ലീൻ എന്താണ്? ബാങ്കേഴ്സ് ലീൻ ഈസ് ആൻ ഇംപ്ലൈഡ് പ്ലഡ്ജ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ. ബാങ്കേഴ്സ് ലീൻ ഒരു ഇംപ്ലൈഡ് പ്ലഡ്ജ് ആണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലാണ് ലീൻ വരുന്നത്. ലീൻ എന്ന് വെച്ചാൽ സാധാരണ ഒരു ക്രെഡിറ്ററുടെ അവകാശം അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ ഒരാൾക്ക് പണം കൊടുക്കാനുണ്ടെങ്കിൽ അയാൾക്കൊരു അവകാശം ഉണ്ടല്ലോ, അത് കിട്ടാനുള്ളൊരു അവകാശമുണ്ട്. അപ്പോൾ അയാളത് എന്താ പറയുക പൂർണ്ണമായിട്ട് തരുന്നത് വരെ അയാളത് പിടിച്ചു വയ്ക്കും. അപ്പം ഞാൻ അയാൾക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ആ എമൗണ്ട് അടച്ചതിന് ശേഷം മാത്രമേ ഞാൻ നിങ്ങൾക്കത് തരുള്ളൂ എന്ന് പറയും. അത് ഒരു ലീനാണ്. അപ്പോൾ ആ ലീനാണ് അതൊരു റൈറ്റാണ് അല്ലേ. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ പറയുന്ന ഒരു കോൺട്രാക്റ്റ് അല്ല, പക്ഷെ ഇതൊരു റൈറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ജനറൽ ലീനുമുണ്ട്, അതുപോലെ തന്നെ പർട്ടിക്കുലർ ലീനുമുണ്ട്. അപ്പോൾ ജനറൽ ലീന് നമ്മുടെ സെക്ഷൻ 171 കേട്ടോ. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിലെ സെക്ഷൻ 171 ജനറൽ ലീനിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ബാങ്കറുടെ ലീൻ ഒരു ജനറൽ ലീനുമാണ്, ഇംപ്ലൈഡ് പ്ലഡ്ജുമാണെന്ന് പറയാം. ഓക്കെ, അങ്ങനെ പറയാറുണ്ട്. ജനറൽ ലീനുമാണ്, ഇംപ്ലൈഡ് പ്ലഡ്ജുമാണെന്ന് പറയാം. കാരണം ബാങ്കിന് ആ റീറ്റെയിൻ ചെയ്യാൻ മാത്രമല്ല അവകാശമുള്ളത്, അത് വിൽക്കാനും പറ്റും. അപ്പം നമ്മൾ ഒരു വീട് പണയം വെച്ചിട്ട് നമ്മൾ ലോൺ എടുത്തു, ഒരു 10 ലക്ഷം രൂപ എടുത്തു. അപ്പോൾ ആ 10 ലക്ഷം രൂപ നമ്മൾ തിരിച്ചടച്ചില്ല, അതിൻ്റെ ഒന്നും കൊടുത്തില്ല എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമ്മൾ 2 ലക്ഷം അടച്ചുള്ളൂ, ബാക്കിയൊന്നും അടച്ചില്ല, അങ്ങനെ ഇൻട്രസ്റ്റൊക്കെ കൂടി 20 ലക്ഷമായി എന്ന് വിചാരിക്കുക. അപ്പോൾ 20 ലക്ഷം ആകുമ്പോൾ നമ്മുടെ വീട് അവർ പിടിച്ചെടുത്ത് അവിടെ കയ്യിൽ വെക്കുക മാത്രമല്ല ചെയ്യുക, അവരത് സെല്ല് ചെയ്യും അല്ലേ, വിൽപ്പന ചെയ്യും. എന്നിട്ട് അവരതിൻ്റെ എമൗണ്ട് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബാങ്കേഴ്സിൻ്റെ ലീൻ ഒരു ജനറൽ ലീൻ മാത്രമല്ല, ഇംപ്ലൈഡ് പ്ലഡ്ജാണ് എന്നും കൂടി പറയുന്നതിനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ജനറൽ ലീനുമുണ്ട്, പർട്ടിക്കുലർ ലീനുമുണ്ട്. 2 തരത്തിലാണ് ലീന് വരുന്നത്. ലീൻ ഒരു സാധാരണ റൈറ്റ് ഓഫ് എ ക്രെഡിറ്റർ ടു റീറ്റെയിൻ ദ ഗുഡ്സ് ആൻഡ് സെക്യൂരിറ്റീസ് ഓൺഡ് ബൈ എ ഡെറ്റർ കൊടുക്കാനുള്ള ഡെറ്ററാണ് ഓൺ ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പിടിച്ചു വയ്ക്കുക. അൺടിൽ ദ ഡെറ്റ് ഡ്യൂ ഫ്രം ഹിം, കംപ്ലീറ്റ്ലി പെയ്ഡ് ഓഫ് വരുന്നവരെ പിടിച്ചു വയ്ക്കുള്ളൂ. അപ്പോൾ നമ്മൾ എമൗണ്ട് അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് വീട് തിരിച്ചു തരും അല്ലേ. അപ്പോൾ അതേപോലെ അങ്ങനെ പിടിച്ചു വയ്ക്കുന്നതിനെയാണ് നമ്മൾ ലീൻ എന്ന് പറയുക. ഹൈപ്പോത്തിക്കേഷൻ നമ്മൾ പറഞ്ഞു ചൂണ്ടിപ്പണയമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹൈപ്പോത്തിക്കേഷനിൽ ഈ പറഞ്ഞ പോലെ പ്രോപ്പർട്ടി നമ്മുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ ഹൈപ്പോത്തിക്കേഷനിൽ പ്രോപ്പർട്ടി നമ്മുടെ കയ്യിൽ തന്നെയാണ്. പൊതുവേ ഈ മൂവബിൾ ആയിട്ടുള്ള ഗുഡ്സും അസറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളാണ്. ഓണർഷിപ്പ് റിമെയിൻസ് വിത്ത് ദ ബോറോവർ തന്നെയാണ്. ഓണർഷിപ്പും ചേഞ്ച് ചെയ്യുന്നില്ല, പൊസഷനും ചേഞ്ച് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ രണ്ടും നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഓണർഷിപ്പ് റിമൈൻസ് വിത്ത് ദ ബോറോവർ ആൻഡ് പൊസഷൻ ഓൾസോ റിമൈൻസ് വിത്ത് ദ ബോറോവർ തന്നെയാണ്. പിന്നെ ലീഗൽ ഡോക്യുമെൻ്റ് ഉണ്ട്, ഹൈപ്പോത്തിക്കേഷൻ അഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും. അതുമ്പിൽ ആ ബലത്തുമ്പിലാണ് നമുക്കവർ എന്ത് ചെയ്യുന്നത്, ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ട്
പണം തരുന്നത് കേട്ടോ. പ്ലഡ്ജ് പിന്നെ വേറൊരു രീതിയിലാണ്. അത് മൂവബിൾ ഗുഡ്സിനും അസറ്റ്സിനും ഒക്കെ ആപ്ലിക്കബിൾ തന്നെയാണ്. പിന്നെ പക്ഷേ ഓണർഷിപ്പ് ബോറോവറുടെ കയ്യിലായിരിക്കും കേട്ടോ. ഓണർഷിപ്പ് റിമൈൻസ് വിത്ത് ദ ബോറോവർ ആയിരിക്കും. പൊസഷൻ ഈസ് ഹെൽഡ് ബൈ ദ ലെൻഡർ ആയിരിക്കും. പൊസഷൻ ആളുടെ കയ്യിലായിരിക്കും. ലീഗൽ ഡോക്യുമെൻ്റ് ഉണ്ട്, അവിടെ ഒരു ഡീഡ് ഓഫ് പ്ലഡ്ജ് വെച്ചിട്ടാണ് അവർ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സെറ്റ് ഓഫിൻ്റെ കാര്യം നോക്കാം. സെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തട്ടിക്കഴിക്കുക എന്ന് പറയല്ലേ. അതായത് ഇപ്പം എനിക്ക് 2 അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു അക്കൗണ്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, മറ്റേലേക്കൊന്ന് നമ്മൾ പറയില്ലേ തട്ടിക്കഴിക്കുക എന്ന് പറയില്ലേ, അതാണ് പറഞ്ഞത് കേട്ടോ. റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ബാങ്കിന് സെറ്റ് ഓഫ് ചെയ്യാൻ നമ്മൾ എന്തു കൊടുക്കണം? ബാങ്കിന് നമ്മൾ ആദ്യമേ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. അപ്പോൾ എന്നാൽ മാത്രമല്ലേ ക്രെഡിറ്റർക്ക് ഇപ്പം അത് അവകാശപ്പെടുകയും ചെയ്യാം. സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓഫ് എ ക്രെഡിറ്റർ ടു കമ്പൈൻ ദ ഡെബിറ്റ് ബാലൻസ് അക്കൗണ്ട് ആൻഡ് ദ ഡെറ്റർ വിത്ത് ദ ക്രെഡിറ്റ് ബാലൻസ് അക്കൗണ്ട് ഓഫ് ദ സെയിം ഡെറ്റർ. അവർ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടാൻ ഉള്ള ഒരു അവകാശം ആർക്കുണ്ട്? റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ക്രെഡിറ്റർക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഓക്കെ. പക്ഷേ ഈ സെറ്റ് ഓഫിനെ കുറിച്ചിട്ട് നമ്മുടെ ആക്റ്റിലൊന്നും അങ്ങനെ പറയുന്നൊന്നുമില്ല. പക്ഷേ സെറ്റ് ഓഫ് നടക്കുന്ന ബാങ്കുകളിൽ നടക്കുന്ന ഒരു സാധാരണ തന്നെയാണ് കേട്ടോ സെറ്റ് ഓഫിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ സെറ്റ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് വേണം? നമ്മൾ രേഖാമൂലം കൊടുക്കണം. സെറ്റ് ഓഫ് ചെയ്യാനുള്ള സമ്മതം അറിയിച്ചാൽ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, തട്ടിക്കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ അക്കൗണ്ടുകൾ തമ്മിൽ. ഓക്കെ. പിന്നെ അടുത്തത് ബാങ്കർ കസ്റ്റമർ റിലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് റെമിറ്റൻസിൻ്റെ കേസിൽ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താണെന്നാണ്. അപ്പോൾ സാധാരണ എന്താ പറയുക, ഒരുപാട് റിലേഷൻസ് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ പ്രൈമറി റിലേഷൻഷിപ്പ് എന്താണ്? ബാങ്കർ ഒരു ഡെറ്ററാണ്, കടക്കാരനാണ് എപ്പോഴും. ഞാൻ കൊണ്ടുപോകുന്ന തുക കയ്യിൽ വെച്ചിരിക്കുകയാണ് ബാങ്കർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്ക് എൻ്റെ പണം എടുത്തിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സെൻസിൽ തന്നെയാണ് ഇവിടെ റെമിറ്റൻസ് എന്ന് പറയുന്നത്, കൊടുക്കൽ വാങ്ങലുകൾ അല്ലെങ്കിൽ പൈസയുടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ ജനറൽ റിലേഷൻഷിപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് തന്നെയാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓക്കെ. അപ്പം എല്ലാ ഉത്തരങ്ങളും നമ്മൾ CSEBിയുടെ ഉത്തരങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്, നമ്മൾ മാറ്റമൊന്നും വരുത്താറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ CSEBിയുടെ ആൻസർ തന്നെയാണ്, ഫൈനൽ കീയിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് നമ്മൾ കൊടുക്കാറുള്ളത് കേട്ടോ. ഓക്കെ. ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഒരുപാട് തലത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ചിലതൊക്കെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകാം കേട്ടോ. പ്രൈമറി റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞു ഡെറ്ററും ക്രെഡിറ്ററും ആണെന്ന്. പിന്നെ അതുപോലെ തന്നെ ലോൺ ഓവർ ഡ്രാഫ്റ്റ് കൊടുക്കുമ്പോൾ നേരെ മറിച്ചായിരിക്കും. ലോണ് ഓവർ ഡ്രാഫ്റ്റൊക്കെ തരുമ്പോൾ നമ്മൾ കടക്കാരനാവും, ബാങ്ക് ക്രെഡിറ്ററാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രെഡിറ്റർ ഡെറ്റർ റിലേഷൻഷിപ്പ് ആയിരിക്കും കേട്ടോ. ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്യാമെന്ന് വിചാരിക്കുക, അപ്പോഴും എന്താണ്? ക്രെഡിറ്റർ ഡെറ്റർ റിലേഷൻഷിപ്പ് തന്നെയാണ് വരിക കേട്ടോ. ഇനിയിപ്പം ഒരു പവർ ഓഫ് അറ്റോണിയൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ചിലപ്പോൾ ചോദിച്ചാലോ. അതായത് കസ്റ്റമർ ഒരു പവർ ഓഫ് അറ്റോണിയൊക്കെ ബാങ്കർക്ക് കൊടുത്തു, അപ്പോൾ എന്തായിരിക്കും റിലേഷൻഷിപ്പ്? കാണാറില്ല കേട്ടോ. അപ്പോൾ എന്തായിരിക്കും റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണി ഡോണറാണ് കേട്ടോ. ബാങ്കർ ഡോണിയാവും, നമ്മൾ കസ്റ്റമർ ഡോണറാവാണ് ചെയ്യുക കേട്ടോ. ഓക്കെ. ഇനിയിപ്പം ബാങ്ക് ഒരാളുടെ പ്രോഡക്റ്റ്സ് വിൽക്കുക, ബില്ലടയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഏജൻറ്റ് പ്രിൻസിപ്പളാണ് കേട്ടോ. എന്താണ് വരിക? പിന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് നമ്മുടെ ലോക്കർ തന്നെയാണ്. ലെസ്സർ ലെസ്സി റിലേഷൻഷിപ്പാണ്, സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം തന്നെയാണ്. എന്നാൽ ബാങ്കർ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കുമ്പോൾ ഡോക്യുമെൻറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സേഫ് കസ്റ്റഡി വരുമ്പം ബെയിലറാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ. പിന്നെ പ്ലഡ്ജൊക്കെ ചെയ്യുമ്പം പോണറാണ് ഉപയോഗിക്കുക. മോർട്ട്ഗേജ് നടത്തുമ്പം മോർട്ട്ഗേജറാണ് ഉപയോഗിക്കുക. ഓക്കെ. അപ്പോൾ പവർ ഓഫ് അറ്റോണിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഡോണി ഡോണറാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കേസസ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അങ്ങനത്തെ ബന്ധങ്ങളൊക്കെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഉപകാരപ്പെടും. നമുക്കൊരു മാർക്ക് കിട്ടണതല്ലേ, അപ്പോൾ നമ്മൾ കളയണ്ട. എത്രത്തോളം ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടുന്നുവോ അതൊക്കെ നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, നാളെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ബാങ്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. 20 ബാങ്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ആണല്ലോ ഉള്ളത്. അക്കൗണ്ടൻസിയും ഇനി 20 എണ്ണം ഉണ്ട് കേട്ടോ. നമ്മുടെ കോർപ്പറേഷൻ ആണെങ്കിൽ 15 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക, കോപ്പറേറ്റീവ് ലോവും 15 ഉണ്ടാവുക. ഓക്കെ. പിന്നെ ബാക്കി നമ്മുടെ സബ്ജക്റ്റും മാത്സും
GK പ്ലസ് കറണ്ട് അഫയേഴ്സും ആണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ അയക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് ഉഷാറാണ് വീഡിയോസ് ചെയ്യാൻ. അപ്പോൾ കുറച്ച് കണ്ടൻറ്റൊക്കെ ചോദിച്ചിരുന്നു നമ്മുടെ ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ നോട്ട് തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞത് ഉടനെ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പോരാത്തതിന് എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും ഹോൾ ടിക്കറ്റൊക്കെ പ്രിൻ്റ് ചെയ്ത് ഭദ്രാക്കി എടുത്തു വയ്ക്കുക. ഒക്കെ എക്സാമിന് പോകുന്നതിന് ഒന്ന് റെഡിയാവുക. മാത്സും ഇംഗ്ലീഷും ഒക്കെ ഒന്ന് ഉഷാറായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കി തുടങ്ങുക. ഇനി കുറച്ച് ദിവസമല്ലേ നമ്മൾ ഈ തിയറി പാർട്ട് മാത്രം നോക്കിയിരുന്നാൽ പോരാ, മാത്സും ഇംഗ്ലീഷും GKs ഒക്കെ ജസ്റ്റ് ഒരുപാട് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊന്നും അല്ലെങ്കിൽ വീഡിയോസോ എങ്ങനെയെങ്കിലും നിങ്ങളത് കണ്ട് ഒക്കെ ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയെടുക്കുക കേട്ടോ. മെമ്മറൈസ് ചെയ്ത് വെക്കുക. ഷോർട്ട് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്